ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയണം നമ്മുടെ സച്ചി രേവതിയോട് പറയുന്നുണ്ട്, എൻ്റെ ഏട്ടനും എൻ്റെ അനിയനൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ രേവതി എനിക്ക് ഈ വീട്, അവരോട് തല്ലുകൂടിയിട്ടൊക്കെ കഴിയണതാണ് എൻ്റെ സന്തോഷം എന്നൊക്കെ സച്ചി രേവതിയോട് കരഞ്ഞു പറയുന്നുണ്ട്. പിന്നെ കാണിക്കണമെന്ന് നമ്മുടെ ചന്ദ്ര സച്ചിയോട് പറയുന്നുണ്ട്, വർഷയുടെ അമ്മ ഇവിടെ വന്ന് 7 ലക്ഷം റുപ്യ ചെക്ക് തന്നതല്ലേ, അപ്പോൾ നീയല്ലേ വേണ്ടാന്നൊക്കെ പറഞ്ഞ് അത് വാങ്ങായിരുന്നില്ലേ, അപ്പോൾ റൂമായിരുന്നില്ലേ എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. ആ സമയത്ത് സച്ചി ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ഇനി ആ റൂമിൻ്റെ പ്രശ്നം വിടി, ഇനി ഞാൻ ഇവിടെ കയറ്റും റൂം, എനിക്കറിയാം ഇവിടെ റൂം കയറ്റാം, എനിക്ക് രേവതിക്കുള്ള റൂം ഞാൻ കയറ്റാന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രുതി കളിയാക്കി പറയുന്നുണ്ട്, നീയല്ലേ ഇപ്പോൾ റൂം ഇവിടെ കയറ്റിക്കളെ, റൂമിനെന്താ ചെറിയ പൈസ മതിയോ, നീ എങ്ങനെ അധ്വാനിച്ച് കയറ്റാന്നൊക്കെ പറഞ്ഞ് പരിഹാസിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ വിചാരിച്ചാൽ എല്ലാം നടക്കും, ഒരാൾക്ക് മനസ്സ് വെച്ചാൽ എല്ലാം നടക്കും, സച്ചേട്ടന് അധ്വാനിച്ചാൽ എല്ലാം നടക്കും, സച്ചേട്ടന് അധ്വാനിക്കാനുള്ള മനസ്സുണ്ട്, അതുകൊണ്ട് സച്ചേട്ടൻ ഈ എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ റൂം പണിയെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ രവി പറയുന്നുണ്ട്, എങ്ങനെ മോനെ നീ ഒറ്റയ്ക്ക് ചെയ്യാന്നൊക്കെ പറയും. ആ സമയത്ത് രേവതി ഉറച്ച മനസ്സോട് പറയുന്നുണ്ട്, എന്തായാലും സച്ചേട്ടൻ അത് നടപ്പിലാക്കും, സച്ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ റൂം എന്തായാലും പണി എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെ മുന്നിൽ വെല്ലുവിളിക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. എന്തായാലും വരുന്ന എപ്പിസോഡിൽ നമുക്ക് കണ്ടറിയാം സച്ചി അവർക്ക് വേണ്ടി ഒരു റൂം എങ്ങനെ പണിയാന്നൊക്കെ കണ്ടറിയാം. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.